കർക്കിടക മാസം പഞ്ഞമാസമല്ല ഔഷധമാസമാണ്. ഈ മാസത്തിൽ ശരീരത്തിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് പണ്ട് ഉമ്മമാരൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒന്നാണ് മുതിര. പലർക്കും മുതിര എങ്ങനെ രുചിയായിട്ട് ഉണ്ടാക്കും എന്നറിയില്ല. ഇന്ന് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന 3 കർക്കിടക മുതിര വിഭവങ്ങളാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. കർക്കിടകത്തിൽ മുതിര കഴിക്കാത്തവരുണ്ടോ? വെറും 1 കപ്പ് മുതിര കൊണ്ട് 3 ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ലോഗ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഇവിടെ 1 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അത് 8 മണിക്കൂർ കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുതിര നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് മുതിര വെച്ചിട്ടുള്ള രസം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുതിരയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുളി കൂടി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും രസപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന ഈ സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും നല്ല ജീരകവും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ തിളച്ചൊന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ രസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് വേറെ ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ കടുകും കായവും കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ താളിച്ചിട്ട് ഈ രസത്തിൽ ചേർത്ത് കൊടുക്കുക. മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ രസം തയ്യാറാക്കിയിട്ട് ജലദോഷം മൂക്കടപ്പ് ഉള്ളപ്പോഴൊക്കെ കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മുതിര വെച്ചിട്ട് നല്ലൊരു തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയിലേക്ക് 2-3 ചുവന്നുള്ളിയും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയിലാണ് തോരൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന മുതിര വെള്ളമൊന്നുമില്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച മുതിര ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുവരെയും നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ചോറിനും കഞ്ഞിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മുതിര വെച്ചിട്ട് തോരൻ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് മുതിര വെച്ചിട്ട് ഒരു കഞ്ഞി കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കുരുമുളക്, ജീരകം അങ്ങനെ എല്ലാം കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ചേർത്ത് കൊടുത്ത എല്ലാ ചേരുവകളുടെയും പച്ചമണം മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. മുതിര വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാറുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണേ.
അപ്പോൾ അതവിടെ പച്ചമണക്ക് മാറിയിട്ട് നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മുതിരയും അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെറിയ തീയിൽ തിളപ്പിച്ചെടുത്താൽ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളും തടി കുറയാനും നല്ലതാണ്. കർക്കിടക മാസത്തിൽ വാദം, കൈക്കാൽ വേദന, ക്ഷീണം ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും വീട്ടമ്മമാരൊക്കെ. അപ്പോൾ അടുക്കളയിലുള്ള ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ മുതിര വെച്ചിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. മുതിര വെച്ചിട്ട് ഇന്ന് തയ്യാറാക്കിയെടുത്ത 3 റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.